വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. അതെ, ബിരിയാണിയുടെ ദിവസം അല്ലെങ്കിൽ മന്തിയുടെ ദിവസം. GCCയിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിരിയാണിയുടെയാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ആയിരുന്നു കോമൺ ഇവിടെ പബ്ലിക് ഹോളിഡേ. ഇപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ ചിലർക്കേ ഉള്ളൂ. ഇപ്പം നമുക്ക് സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഡേ ആണ്. പക്ഷെ ബിരിയാണി കഴിച്ചു മടുത്തു. അപ്പോ എനിക്കും എടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണി ഫ്രം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരുന്നു തലപ്പാക്കട്ടി ബിരിയാണി. പക്ഷെ കഴിച്ച് വെറുപ്പിച്ച് കളഞ്ഞാണ് ഞാൻ. ഇന്ന് മോസ്റ്റ്ലി ഞാൻ ക്രേവ് ചെയ്യുന്നത് മന്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ മോസ്റ്റ്ലി മന്തി ആയിരിക്കും ഇന്ന് കഴിക്കാൻ പോകുന്നത്. നിവിൻ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മന്തി കഴിക്കാൻ പറ്റും. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ മന്തി കഴിച്ചിട്ടില്ല. അപ്പം ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്ത് നിൽക്കുക കേട്ടോ മന്തി കഴിക്കാൻ. അപ്പം ഞാൻ നിവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, അറേബ്യൻ മജ്ലിസിൽ ഞാൻ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് മന്തി റെസ്റ്റോറൻ്റ് ആണ്. എല്ലാവർക്കും അറിയാം സംസം മന്തി, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് സംസമിൽ നിന്നാണ് മന്തി കഴിച്ചത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലും ആ ഒരു ഫസ്റ്റ് മന്തി കഴിച്ച ആ ഒരു ഇതിലുമാണ് എനിക്ക് ആ ഒരു സംസമിനോട് ഭയങ്കര ഒരു ഇഷ്ടവും. പിന്നെ അവിടുത്തെ എനിക്ക് സവാള പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഒരു ചെറിയ ചമ്മന്തി ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. പിന്നെ മാത്രമല്ല ഫ്രീ ആയിട്ട് ലുക്ക് ചെയ്യുമ്പോഴത്തൊക്കെ തരും. അങ്ങനെ ഫൈനലി നമ്മൾ മർഹബിൽ എത്തിയിട്ടുണ്ട്. മർഹബിന്റെ സ്റ്റോറി പറയുവാണെങ്കിൽ നിവിന് മന്തി കഴിക്കുന്നതിൽ കുറച്ച് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് മർഹബ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫിക്സ് ആക്കിയത് കേട്ടോ. പിന്നെ ഒരാശ്വാസം, ഇന്ന് തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കേണ്ടി വരൂല. മന്തി തന്നെയായിരുന്നു ക്രേവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എവിടെയും എനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 2 ടൈപ്പ് ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. കാരണം ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ചിക്കൻ മന്തി ഓർഡർ ചെയ്തത്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലെ വെജിറ്റബിൾ സാലഡും, പിന്നെ ഇവിടുത്തെ സ്ഥിരം മട്ടൺ സൂപ്പും, പിന്നെ നമ്മുടെ മന്തിയുടെ സൈഡ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മന്തി കഴിക്കുമ്പോൾ ആ റെഡ് കളർ ടൊമാറ്റോ ചട്നി ഇല്ലേ, സൽസയോ ചട്നിയോ എന്ത് വേണമെങ്കിലും പറയാട്ടോ, അതാണ് മന്തിയുടെ എനിക്ക് ലൈഫ് എന്ന് തോന്നിയേക്കുന്നത്. ചില മന്തി സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സിൽ അവർ ആ ടൊമാറ്റോ ചട്നി എരിവിടാതെയും പിന്നെ ഒരു നല്ല എരിവുള്ള ഗ്രീൻ ചില്ലിയും പുതിനയും കൂടെ ഉള്ള ഒരു ചട്നിയും കൂടെ സെപ്പറേറ്റ് തരും കേട്ടോ. പറഞ്ഞു വരുന്നത് എനിക്ക് ടൊമാറ്റോ ചട്നിയിൽ അത്യാവശ്യം എരിവ് വേണം കേട്ടോ. ഇപ്പോൾ സെപ്പറേറ്റ് തന്നാലും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട്. ഈ മന്തിയിൽ ആക്ച്വലി മീതെ കിസ്മിസും ഫ്രൈഡ് ഓനിയൻസും ഒന്നും ഇട്ടിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് പറയും. ശരിക്കും എനിക്ക് മന്തി അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. കുറച്ച് മന്തി, കുറച്ച് ചിക്കൻ, പിന്നെ മീതെ ആ ഫ്രൈഡ് ഓനിയൻ, കിസ്മിസ് ഇല്ലെങ്കിലും ഫ്രൈഡ് ഓനിയൻ വേണം എനിക്ക്. ആക്ച്വലി ഈ ഫ്രൈഡ് ഓനിയൻ്റെ ഒക്കെ ശീലമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ നിവിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ഈ ഫ്രൈഡ് ഓനിയൻ്റെയും പിന്നെ ഈ ഒനിയനിൽ ജീരകത്തിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഈ നിവിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് കേട്ടോ കിട്ടിയത്. പക്ഷെ ഇത് ആക്ച്വലി അടിപൊളിയാണ്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട്, എനിക്ക് ഈ ഒരു ചിക്കനാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു ചിക്കനില്ലേ, എനിക്കിപ്പോൾ വോയിസ് ഓവർ എടുത്തിട്ട് തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ദി ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കനും ആവശ്യത്തിലധികം ടൊമാറ്റോ ചട്നിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പലർക്കും മന്തി ഒരു വികാരമാണെന്നൊക്കെ പറയുമ്പേ നമ്മൾ വിചാരിക്കും മന്തിക്ക് എന്താ ഇത്ര പ്രത്യേകത. പക്ഷെ അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യത്തിലധികം ടൊമാറ്റോ ചട്നി ആ ചിക്കൻ്റെ മീതെ ഒഴിച്ചിട്ട് എനിക്ക് വയ്യ. ഈ വോയിസ് ഓവർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു മന്തി ഓർഡർ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് മന്തി കഴിക്കാൻ ഇഷ്ടം എന്നും കൂടെ പറയണം കേട്ടോ. ഇങ്ങനെ ഞാൻ കഴിക്കുന്ന പോലെ അധികം ടൊമാറ്റോ ചട്നി കൂട്ടി കഴിക്കുന്നതാണോ ഇഷ്ടം, അതോ മേയോനൈസ് കൂട്ടി കഴിക്കുന്നതാണോ ഇഷ്ടം? ഇപ്പോൾ ഞങ്ങളുടെ തൈര് വന്നിട്ടുണ്ട്, അപ്പോൾ തൈര് കൂട്ടി കഴിക്കുന്നതാണോ ഇഷ്ടം? അപ്പുറത്ത് ഉള്ളിയും മറ്റേ കിസ്മിസും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു കൈപ്പിടി എടുത്ത് വാരി വെതറി കുഴച്ച് കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ അധികം പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല, പെട്ടെന്ന് കഴിച്ച് ഇറങ്ങണം. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ ഒരു സുലൈമാനി കൊണ്ടുതരും കേട്ടോ. ഇത് ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി അവിടെ വെച്ച് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ടേക്ക് അവേയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എങ്ങും നിർത്തൂല, നേരെ വീട്ടിലോട്ടാണ് എന്നാണ് നിവിൻ പറയുന്നത്. ഈ പ്രാവശ്യം മന്തി നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ കഴിച്ചത്. മാത്രമല്ല കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയറൊക്കെ ഫുള്ളായി. ഇനി ഒരു രക്ഷയില്ല, ഇനി കുറച്ചു നേരം ഒന്ന് കിടന്നാൽ മതി എന്നായി. വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട് നിവിനൊരു ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇതും നല്ല കേട്ടോടാ.
So 10. Basically, this is 9.9.5, right? Yeah, you want 10. Yeah, Is it better than 40? സെയിം സൈസ് അല്ലേ? എന്താണ് ഓടിയാല് ഇവരുടെ എന്തായാലും ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ടൈം എടുക്കും. ഒരു ഷൂ ഇതുവരെ സെലക്ട് ആയിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് കയറാൻ പറ്റിയത് ഈ കുറച്ച് കടകളേ ഉള്ളൂ. പിന്നെ സെൻറ്റർ പോയിന്റ് ഉണ്ട്, R&B ഉണ്ട്. അങ്ങനെ ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്യാൻ കയറിയതല്ല കേട്ടോ. ഞാൻ ബെൽറ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാനൊരു പാൻറ്റ് വാങ്ങിച്ചിട്ട് ഇത് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ബില്ല് ചെയ്യാൻ പോകണം. 058. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇട്ടിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. നേരെ ചേഞ്ചിങ് റൂമിൽ പോയിട്ട് ഇത് ഇട്ടിട്ട് പോവാം. പിന്നെ നേരെ ലേഡീസ് ട്രയൽ റൂം. അങ്ങനെ പുതിയ പാൻറ്റൊക്കെ ഇട്ട് പോവാണ്ട. നെവിൻ കഴിഞ്ഞില്ലേ? നോക്കി എന്നെ നോക്കടാ, അടി നോക്കടാ, എടാ അടിയിൽ നോക്കടാ. ബെൽറ്റ് ലൂസായിരുന്നു. എൻ്റെ അടുത്തൊരു പാൻറ് വാങ്ങിക്കാൻ ഞാൻ അതുപോലെ അനുസരിച്ചില്ല. ഇവൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പാൻറ് വാങ്ങിക്കാൻ ഒന്നും നോക്കിയില്ല. ഇട്ട പാൻറ് പോടാ. അതെ ചിക്കനാ? എടാ എനിക്കല്ലേ കറിയില്ലാത്തത്, നിങ്ങൾക്ക് കറിയുണ്ട്. എവിടെ പോയിട്ടുണ്ടെങ്കിലും ആദ്യം ഞാൻ വന്ന് നിൽക്കണ സ്ഥലം ഫുഡ് തന്നെയുണ്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഞാൻ പോക്ക് മാത്രമാണ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നേ. എനിക്കപ്പോൾ കറിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. കാർഗോ പാൻസ് ആണ്. എനിക്ക് കാർഗോ പാൻസ് ഇല്ലല്ലോ. എന്താണ് നിവിൻ? അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പോർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇത് മമ്മിയുടെ സ്റ്റൈല് നാടൻ പോർക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, ലുലു എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ വേറെ എന്തോ ചിക്കൻ വിശന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.